എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ പരമ്പരയിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. യേശുക്രിസ്തു ആര്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, അതുല്യത എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയില് യേശു കർത്താവിന്റെ ജനനത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. റോമലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, ദൈവത്തിന്റെ സുവിശേഷം. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. അത് തിരുവെഴുത്തുകളിൽ അറ്റസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ തിരുവെഴുത്തിനാൽ ആധികാരികമാക്കപ്പെട്ടതാണ് എന്നൊരു പ്രയോഗം കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം, യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി പ്രവചനങ്ങളിൽ പ്രവചിക്കപ്പെടുകയും, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെടുകയും അതിന്റെ നിവൃത്തീകരണം കൂടിയാണ്. അത് ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷം എന്ന് പറയുന്നത്. അത് തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്ന് യേശു കർത്താവിന്റെ ഭൗമിക ശുശ്രൂഷയിൽ ഭൂമിയിലായിരുന്ന കാലയളവിൽ കർത്താവ് മനുഷ്യനോട് ഇടപെട്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് തുല്യം വെക്കാൻ ലോകത്തിൽ ഇന്ന് വരെ ആരും ഉണ്ടായിട്ടില്ല. ക്രിസ്തു കരുണയോടെ, സ്നേഹത്തോടെ, ദയയോടെ, മനസ്സലിവോടെ, മനുഷ്യത്വത്തോടെ മനുഷ്യനെ കണ്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനെ കുറിച്ചുള്ള പരാമർശങ്ങളും കർത്താവിനെ കുറിച്ചുള്ള വിവരണങ്ങളും ഏറ്റവും ഹൃദയഹാരിയായിട്ടാണ് തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങള് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എല്ലാവരും അറിയുന്നത് പോലെ വേദപുസ്തകത്തിന്റെ ആത്യന്തിക സന്ദേശം സ്നേഹം എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ അതിരുകളും അതിർവരമ്പുകളും ഇല്ലാതെ സ്നേഹിച്ചു എന്നുള്ളതാണ് തിരുവെഴുത്തിന്റെ മഹനീയമായ സന്ദേശം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് വേദപുസ്തകത്തിലെ സുവർണവാക്യം എന്നറിയപ്പെടുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള വാക്യമാണ്. 1 യോഹന്നാൻ 3:16 ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ നൽകി നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ കർത്താവ് നമ്മളെ ആദ്യം സ്നേഹിച്ചു. എഫേസ്യൻ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഗ്രേറ്റ് ലവ് എന്നാണ്. മഹാസ്നേഹം, കരുണയിൽ സമ്പന്നനായ ദൈവം മാനവജാതിയുടെ മേൽ ചൊരിഞ്ഞ മഹാസ്നേഹത്തിന്റെ പ്രത്യക്ഷീകരണമാണ് ക്രിസ്തുവിന്റെ വരവെന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. റോമലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ്. അപ്പം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകം. പുതിയ നിയമം ആ സ്നേഹത്തിന്റെ പ്രത്യക്ഷീകരണമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്യന്തിക സ്വഭാവം സ്നേഹം തന്നെയാണ്, സ്നേഹം തന്നെ ആയിരിക്കണം. അതല്ലാതെ ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നു, ദൈവം മനുഷ്യനോട് നീതി കാണിക്കുന്നു, ഈ പറയുന്ന സ്വഭാവങ്ങളോ ഗുണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനമായി ദൈവിക സ്വഭാവത്തിൽ തികഞ്ഞു നിൽക്കേണ്ടത്, നിറഞ്ഞു നിൽക്കേണ്ട സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തിന്റെ വിശദീകരണവും വിവരണവുമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അത് അറിയാതാണ് പലരും ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അപ്പൊ പഠിക്കുന്നവരിതൊന്ന് അറിഞ്ഞു പഠിക്കുന്ന നല്ലതാണ്. അറിയാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. ഞാൻ കർത്താവിന്റെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം. കർത്താവിന്റെ വാക്കുകളിൽ തന്നെ പറയാം, സ്നേഹിതന് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശീകരണം നമ്മുടെ പ്രാണൻ മറ്റൊരാൾക്ക് വേണ്ടി വെച്ചു കൊടുക്കുകയാണ്. ക്രിസ്തു തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ച് തന്നുകൊണ്ടാണ് തനിക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ പ്രദർശനം നടത്തിയത്. അതിനപ്പുറത്ത് കർത്താവിനൊന്നും തരാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. കർത്താവിന്റെ സ്നേഹത്തിന് അതിരുകളും അതിർവരമ്പുകളും ഇല്ലായിരുന്നു. കർത്താവിന്റെ സ്നേഹത്തിന് മതിലുകളില്ലായിരുന്നു. കർത്താവിന്റെ സ്നേഹത്തിന് ജാതി, വർണ്ണ, ഭാഷ, ദേശ വ്യത്യാസങ്ങളില്ലായിരുന്നു. തന്റെ അടുക്കൽ വന്ന സകല മനുഷ്യരെയും കർത്താവ് സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വാക്യം കിടപ്പുണ്ട്, അവൻ അവരെ സ്നേഹിച്ചു.
ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് അവൻ അവരെ സ്നേഹിച്ചു. അപ്പോൾ കർത്താവിന് സകല മനുഷ്യരോടും ഉള്ള സ്നേഹത്തിന്റെ പ്രദർശനമാണ് താൻ തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു നൽകിയെന്ന് പറയുന്നത്. പല മതഗ്രന്ഥങ്ങളിലും അവരവരുടെ വിശ്വാസികളെ ദൈവം സ്നേഹിക്കുന്നതായിട്ട് പറയുന്നു. അതിന്റെ അപ്പുറത്ത് സകല മനുഷ്യരെയും സ്നേഹിക്കുക, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ വാക്യത്തിൽ പറയുന്നത്. ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് ക്രിസ്ത്യാനിയെ സ്നേഹിച്ചു എന്നോ യഹൂദനെ സ്നേഹിച്ചു എന്നോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയെയോ താഴ്ന്ന ജാതിയെ സ്നേഹിച്ചു എന്നോ ഇങ്ങനൊന്നുമില്ല. അവിടെ വിദ്യാസമ്പന്നൊന്നോ വിദ്യാവിഹീനൊന്നോ ഇല്ലാതെ സകല മനുഷ്യരെ സ്നേഹിച്ചു എന്ന് പറയുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ സുവിശേഷം 3:16 എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഗാഥ കവിതയാണ്, കാവ്യമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് മനുഷ്യനോട് ഇടപെട്ട രീതികൾ, അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും ഇന്നേക്കൊരു 2000 വർഷങ്ങൾക്ക് മുമ്പ് വല്ലാത്തൊരു സമൂഹ ജീവിത രീതിയുള്ളൊരു ലോകത്ത് മതവർണ്ണ വർഗങ്ങൾ അതിൻ്റെതായ ഭീകരമായ താണ്ഡവമാടുന്നൊരു കാലത്ത് ജാതി സ്പർദ്ധകളെ, അതുപോലെ തന്നെ ഉച്ചനീചത്വങ്ങളെ, ഇതെല്ലാം നിലനിന്നിരുന്ന ഒരു കാലയളവിലാണ് കർത്താവ് ജീവിച്ചത്, ഭൂമിയിലായിരുന്നത്. ആ സമയത്ത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഏറ്റവും ഉയർന്ന ജാതി എന്ന് അവകാശപ്പെടുന്നവരാണ്. മറ്റു മതസ്ഥരെ, മറ്റു ജാതികളെയൊക്കെ അവരെ വേറൊരു നിലയിൽ കാണുന്നവരും നരകത്തിന്റെ തീക്കൊള്ളികളാണെന്ന് അവരൊക്കെ പറഞ്ഞ് നടന്നവരാണ്. വേദപുസ്തകം അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ യഹൂദന്റെ ആ തലക്കണം പലപ്പോഴും അവനെ അങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. പക്ഷെ ആ യഹൂദ പശ്ചാത്തലത്തിൽ തന്നെ ജനിച്ചു വളർന്ന കർത്താവ് ഒരു ജാതി മതഭേദമന്യേ സകല മനുഷ്യരോടും കർത്താവ് ഏറ്റവും സ്നേഹത്തോടും കാരുണ്യത്തോടും ഇടപെട്ടതാണ്. നാം വായിക്കുന്നത് യഹൂദന് ഏറ്റവും അകന്ന് നിൽക്കാൻ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടരാണ് ശമരിയക്കാരെന്ന് പറയുന്നത്. അവിടെ തനിമ നഷ്ടപ്പെടുത്തി അവരുടേതായ ആ പാരമ്പര്യവും പൈതൃകവും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഇതര മതസ്ഥരുമായി ജാതികളുമായിട്ട് ഇടകലർന്ന് അവിടെ ആ വ്യക്തിത്വം അസ്തിത്വം നഷ്ടപ്പെടുത്തിയൊരു കൂട്ടരായിരുന്നു ശമരിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യഹൂദൻ അവരോട് പങ്കാളിത്തമില്ല, അവരോട് സഹകരണമില്ല. എന്നാൽ യേശു ശമരിയയിൽ കൂടി പോകേണ്ടി വന്നു എന്ന് തന്നെ പറയുന്നത്. കർത്താവ് അവിടേക്ക് മനഃപൂർവ്വം പോയി. ശമരിയ പട്ടണത്തിലുള്ളവരോട് സുവിശേഷം പറയത്തക്ക രീതിയിൽ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, ശമരിയ സ്ത്രീയുടെ മാനസാന്തരത്തോടു കൂടി. അപ്പോൾ ശമരിയക്കാരിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. നീ ഒരു യഹൂദനായിരിക്കും, നീ എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്താണെന്ന് തന്നെ അവൾ അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷെ ആ പട്ടണത്തിൽ പോയി അവരോടൊപ്പം താമസിച്ച് അവരോട് സുവിശേഷം അറിയിച്ച ഒരു ചരിത്രമാണ് യേശു കർത്താവിനെ കുറിച്ച് കിടക്കുന്നത്. അപ്പോൾ ജാതി മത വർണ്ണങ്ങൾക്കപ്പുറത്ത് കർത്താവ് മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതാണ് ക്രിസ്തുവിന്റെ അതുല്യത, ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠത എന്ന് പറയുന്നത്. കർത്താവ് മനുഷ്യനോട് കാണിച്ച കാരുണ്യം എത്ര വരുന്നതാണ്. ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു പശ്ചാത്തലമാണ് കുഷ്ഠരോഗികളോട് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്. 6 അടി അകലം വിട്ട് കുഷ്ഠരോഗികൾ മാറി നടക്കണം, അശുദ്ധൻ ഉറക്കെ വിളിക്കണം. മനുഷ്യന് സാധാരണക്കാർ അവരുടെ അടുക്ക് ചെല്ലിയല്ല, വെറുപ്പോടെ കണ്ടിരുന്ന ഒരു സമൂഹമാണ്. പക്ഷേ കർത്താവിന്റെ അടുക്കൽ കുഷ്ഠരോഗികൾ കടന്നു വന്നിട്ടുണ്ട്. ഒരു സംഭവം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കുഷ്ഠരോഗി ദൂരത്ത് നിന്ന് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് നിലവിളിക്കുന്ന ഒരു രംഗം. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് യേശു എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ തൊട്ടു എന്നാണ്. ഒരു സാധാരണ മനുഷ്യൻ ഒരു കുഷ്ഠരോഗിയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവൻ അകന്നകന്ന് പോകത്തേ ഉള്ളൂ, അവൻ അടുത്തോട്ട് ഒരിക്കലും വരികയില്ല. കാര്യം അവനെ സ്പർശിക്കുന്നവൻ അശുദ്ധൻ എന്നുള്ളൊരു പ്രമാണം, അശുദ്ധൻ എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടു നടക്കുന്ന ഒരു ജനസമൂഹത്തിൽ കർത്താവ് അടുത്തോട്ട് ചെല്ലുന്ന ഓരോ സമയത്തും അവൻ അകന്നകന്ന് മാറിപ്പോയി കാണും. പക്ഷേ കർത്താവ് അവന്റെ അടുക്കൽ ചെന്ന് അവനെ എന്റെ വിശ്വാസം കർത്താവിനെ ചേർത്ത് പിടിച്ച് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. ഒരു പുതിയ ശരീരം പോലെ അവന് മാറ്റമുണ്ടായി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യനോട് കർത്താവ് കാണിച്ച കാരുണ്യം, ആ കാരുണ്യത്തിന്റെ സ്വാധീനമാണ് മദർ തെരേസയെ പോലുള്ളവരെ കൽക്കട്ടയിൽ വന്നിട്ട് തെരുവോരങ്ങളിൽ കിടന്ന ആർക്കും വേണ്ടാതെ കിടന്ന് ഒരു മതക്കാരനും ഒരു ദൈവങ്ങൾക്കും വേണ്ടാതിരുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തി താലോലിച്ച് ശുശ്രൂഷിച്ച് നല്ലൊരു മരണത്തിലേക്ക് അവരെ നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സ്വാധീനം തന്നെയാണ്. അത് ലോകത്തെമ്പാടുമുണ്ട്. ഞാൻ ആ ഒരു ഭാഗത്തിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ഒരു സംഭവം തിരുവഴുത്തി പറയുന്നുണ്ട്.
രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ കാര്യം തിരുവെഴുത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വർഷങ്ങളായിട്ട് 12 വർഷങ്ങളായിട്ട് ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നുപോയതാണ്. ഒത്തിരി ചികിത്സ നടത്തി. യഹൂദന്റെ പ്രമാണം അനുസരിച്ച് ഈ സ്ത്രീ ആരെങ്കിലും തൊട്ടു കഴിഞ്ഞാൽ അവർ അശുദ്ധരാണ്. അതുകൊണ്ടൊരു സമൂഹത്തിന് മുമ്പ് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് അവർക്ക് കയറി ചെല്ലാൻ പറ്റിയല്ല. പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങൾ, പല രീതിയിലുള്ള ചികിത്സകൾ എല്ലാം നടത്തിയിട്ടും സൗഖ്യം വരാതെ മനസ്സ് മടുത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു കാലയളവിലാണ് യേശുവിനെ കുറിച്ച് കേട്ടത്. അങ്ങനെ തന്നെ തിരുവെഴുത്തി പറയുന്നത്, അവൾ യേശുവിനെ കുറിച്ച് കേട്ടു, അവൾ എടുത്തൊരു തീരുമാനം, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങില്ലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ളതാണ്. ആ പ്രതീക്ഷയോടെ അവൾ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ യേശു ഒറ്റയ്ക്ക് ഇരിക്കുന്ന രംഗമല്ല, അവിടെ വലിയൊരു ജനസമൂഹം, ജനസാഗരം, പുരുഷാരം എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അവരെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആവശ്യക്കാരി എന്നുള്ള നിലയിൽ അവിടെ ശരീരത്തിന്റെ ബലഹീനതയും ആ ക്ഷീണവും ഒന്നും വകവെക്കാതെ അവരുടെ ഇടയിലൂടെ അവൾ ചെന്ന് കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ടു എന്ന് പറയുന്നത്. ആരും അറിയാൻ പാടില്ല. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ശാരീരിക ക്ലേശം അനേക മനുഷ്യരെ അശുദ്ധരാക്കും ഒരവസ്ഥ കൊണ്ടെത്തും. അത് അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വരെ ഒരു കാരണമായി തീരും. അതുകൊണ്ട് വളരെ ഭയപ്പാടോടുകൂടിയാണ് അവൾ അവിടെ സമീപിക്കുന്നത്. പക്ഷേ കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ട മാത്രയിൽ വചനം വായിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യമായി, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായി എന്നുള്ളതാണ്. കർത്താവ് അത് അറിഞ്ഞു എന്നാ പറയുന്നത്. കർത്താവ് അത് അറിഞ്ഞു. ഉടനെ കർത്താവ് ചോദിച്ചു, എന്നെ തൊട്ടത് ആര്? ഭയന്ന് വരച്ചുകൊണ്ടായിരിക്കും അവിടെ ആ ഉത്തരം പറഞ്ഞത്. ഞാൻ. കർത്താവ് പറഞ്ഞു, സമാധാനത്തോടെ പോക, സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. അതിനർത്ഥം നിങ്ങൾക്ക് അറിയാമോ? അശുദ്ധയായ ഒരു സ്ത്രീ, അവൾ ആരെ തൊട്ടാലും നിയമപരമായിട്ട് അശുദ്ധരെന്ന് എണ്ണണം. പിന്നെ അവർക്ക് ശുദ്ധീകരണ നിയമങ്ങളുണ്ട്. നമ്മുടെ ദൈവങ്ങളെ സ്ത്രീ തൊട്ടുപോയെങ്കിൽ അശുദ്ധമാകുന്ന ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ശബരിമല അയ്യപ്പന്റെ അടുക്കൽ പണ്ടൊരു സ്ത്രീ വന്നു എന്നുള്ള കാരണം പറഞ്ഞ് അവരെ തൊടുകയാണ് ചെയ്തത് പറഞ്ഞ് അശുദ്ധമായതിനു ശേഷം പിന്നെ ശുദ്ധികലശമൊക്കെ നടത്തിയതിനു ശേഷമാണ് അയ്യപ്പനെ വീണ്ടും അവിടെ പ്രതിഷ്ഠിച്ചെന്നൊക്കെ പറയുന്നൊരു ചരിത്രം നമ്മുടെ കേരളത്തിൽ നടക്കുന്നു. അപ്പൊ ദൈവങ്ങൾ എന്ന് അവകാശപ്പെടുന്നവര് മനുഷ്യരായവരുടെ സ്പർശനം കൊണ്ട് അശുദ്ധരമായി തീരുന്നു എന്നുള്ള ഒരു വിശ്വാസങ്കല്പങ്ങൾ നിലനിൽക്കുന്നു ഇന്ന് ഈ ആധുനിക ലോകത്ത്. പക്ഷേ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവനെ തൊട്ട മാത്രയിൽ അവിടെ അശുദ്ധി മാറി. അല്ലാതെ അവളിലൂടെ ഒരു സ്പർശനത്താൽ എൻ്റെ യേശു കർത്താവ് അശുദ്ധനായി തീർന്നു എന്നുള്ളതല്ല വായിക്കുന്നത്. അവൾ ശുദ്ധയായി എന്ന് പറഞ്ഞാൽ അവനെ അശുദ്ധമാക്കാനൊന്നും അവൾ കഴിഞ്ഞില്ല. പക്ഷെ വിശുദ്ധനായ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങയിൽ തൊട്ട മാത്രയിൽ അവിടെ രോഗങ്ങൾ മാറി അവൾ ശുദ്ധയായി തീർന്നു എന്നുള്ളതാണ്. ഇതിനെയല്ലേ നമ്മൾ കാരുണ്യം എന്ന് പറയുന്നത്? തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും സ്പർശനത്താൽ പോലും അകന്നു നിൽക്കണമെന്ന് അവകാശപ്പെടുന്നവരുമായ ഒരു ജനസമൂഹത്തിന്റെ ഇടയിൽ കാരുണ്യത്തോടെ മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കിയെടുത്ത കർത്താവിന്റെ കാരുണ്യം, അതിനെയല്ലേ നമ്മൾ കാരുണ്യം എന്ന് പറയുന്നത്. അല്ലാതെ 1000 പേരുടെ തലയരിയുന്നു എന്നുള്ളത് കാരുണ്യമാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതിനെയല്ലേ നമ്മൾ കാരുണ്യം എന്ന് വിളിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. യഹൂദന്റെ പ്രമാണം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. അതാണ് യഹൂദന്റെ ന്യായപ്രമാണം അവർക്ക് കൊടുക്കുന്ന കൽപ്പന എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീയെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ആൾക്കാർ പിടിച്ച് കർത്താവിന്റെ അടുക്കൽ, വലിയൊരു പുരുഷാരം തന്നെയാണ് അവിടെയും കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. അത് കർത്താവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ്, കർത്താവ് എടുക്കുന്ന തീരുമാനങ്ങളെ വിമർശിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നതാണ്. അവർ പറയുന്നുണ്ട്, മോശയുടെ ന്യായപ്രമാണപ്രകാരം ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. പുരുഷന്മാരായിരിക്കും തള്ളിക്കൊണ്ട് വന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തിനകത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അത് കേൾക്കുന്ന ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും, കല്ലെറിയപ്പെടാൻ വേണ്ടി കൊണ്ടു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ സങ്കല്പിച്ചു നോക്കുകയും. ഇന്നും സൗദി അറേബ്യയിലും അതുപോലെ അനേക ഇസ്ലാമിക രാജ്യങ്ങളിലും മനുഷ്യരെ ഇതുപോലുള്ള കുറ്റങ്ങൾ ആരോപിച്ചിട്ട് പച്ചയ്ക്ക് കല്ലെറിഞ്ഞു കൊല്ലുന്ന ചരിത്രം കിടപ്പുണ്ട്. അതുപോലെ ചെയ്തിരുന്നൊരു കാലയളവിൽ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ത്രീയെ കർത്താവ് പറയും, നിങ്ങൾക്കും അവളെ കല്ലെറിയാം തന്നെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഉദ്ഘാടന കല്ലെറിയണം, ആദ്യത്തെ കല്ലെറിയണം. എല്ലാവർക്കും എറിയാനുള്ള അവകാശമില്ല, എല്ലാവർക്കും എറിയാം. പക്ഷേ ആദ്യത്തെ കല്ല് ഉദ്ഘാടനം നടത്തുന്നവൻ പാപമില്ലാത്തവനായിരിക്കും. ആ പ്രസ്താവന പറഞ്ഞതിന് ശേഷം കർത്താവ് ആരെ നോക്കിയോ ഒന്നും ചെയ്തിട്ട് അവിടെ പറയുന്നില്ല, നിലത്ത് കുനിഞ്ഞ് എഴുതിയിരിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നത്.
എല്ലാരും പോയി, കല്ലുകളെല്ലാവരും കളഞ്ഞിട്ട് ഓരോരുത്തരായി പോയി. അവസാനം അവള് മാത്രം അവശേഷിച്ചു. അവിടെ വായിക്കുന്നത്, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ എന്ന് കർത്താവിന്റെ ചോദ്യം. അവൾ പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, കല്ലെറിയാൻ അവകാശപ്പെടുന്നു പാപമില്ലാത്തവൻ ആ ജനസമൂഹത്തിൽ അല്ല, മനുഷ്യ ചരിത്രത്തിന്റെ ചരിത്രം മുഴുവൻ എടുത്താൽ പാപമില്ലാത്തവൻ എന്ന് പറയാൻ ഒരേ ഒരാളുള്ളൂ. പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ എന്ന് അവകാശപ്പെടാൻ ഒരാളേ ഉള്ളൂ. നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് സമൂഹത്തോട് നട്ടല്ലോട് നെഞ്ചുവിരിച്ച് എന്ന് ചോദിക്കാൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മാത്രമേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഈ ഭൂമിയുടെ വരപ്പിൽ ജനിച്ച് അവസാനിച്ച പണ്ഡിതന്മാരും നേതാക്കന്മാരും മതസ്ഥാപകന്മാരും മതഭക്തന്മാരും പുണ്യവാളന്മാരും വിശുദ്ധന്മാരും ഗുരുക്കന്മാരും എല്ലാം പാപത്തിന് അടിമകളും പാപികളുമായിരുന്നു. പക്ഷെ പാപമില്ലാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ അവിടെ നിൽക്കുമ്പോൾ കല്ലെറിയാൻ അവകാശമുള്ള ഏക വ്യക്തി യേശു കർത്താവായിരുന്നു. അതിനു പകരം മനസാക്ഷിക്കുള്ളിലേക്ക് നീതിയുടെ നിയമത്തിന്റെ സ്നേഹത്തെയും കല്ലുകൾ എറിഞ്ഞ് അവളെ മാനസാന്തരപ്പെടുത്തി. അവിടെ പഴയ വ്യക്തിത്വത്തെ ഇല്ലാതാക്കി ഒരു പുതിയ മനുഷ്യത്തെയായി അവിടുന്ന് പോകുവാൻ ഇടപെട്ടൊരു കർത്താവ്. കർത്താവിന്റെ വാക്കുകൾ, ഞാൻ നിന്നെ കല്ലെറിഞ്ഞില്ല, നിനക്ക് പോകാം, ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവ് ആദ്യം നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞോളൂ എന്ന് പറയാൻ കല്ലെടുത്ത് ഓങ്ങിയവർ മിനിറ്റുകൾക്കകം ഒരു കൽക്കുമ്പാരമായിട്ട് ആ സ്ത്രീയുടെ ശരീരത്തെ മാറ്റി. പക്ഷേ അവൾ അവിടുന്ന് പോകുന്നത് പുതിയൊരു വ്യക്തിയായിട്ടാണ്. അതിന്റെ കാരണം ക്ഷമിക്കാൻ കഴിയുന്ന, കാരുണ്യം കാണിക്കാൻ കഴിയുന്ന, മനുഷ്യത്വമുള്ള സ്നേഹത്തിന്റെ മൂർത്തിഭാവം, സ്നേഹത്തിന്റെ ആളുരൂപം എന്ന് പറയുന്നതിന്റെ കർത്താവിന്റെ കാരുണ്യത്തിന്റെ കണ്ണുകൾ അവളെ കണ്ട മാത്രയില്ല. ഇതല്ലേ മനുഷ്യരെ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തി? സഹോദരങ്ങളെ, നിങ്ങളെ എല്ലാ മതസ്ഥാപകരെ പോലെയും മനുഷ്യരെ പോലെയും അല്ലെങ്കിൽ ഗുരുക്കന്മാരെ പോലെയൊക്കെ യേശുവിനെ പഠിക്കും. യേശുവിനെ തിരുവെഴുത്തിനകത്ത് അപ്പോസ്തലന്മാർ അവരുടെ ജീവിത കാലയളവിൽ തൊട്ട് കണ്ടറിഞ്ഞ യേശുവിനെ, മനസ്സിലാക്കിയ യേശുവിനെ, അവരെ നേരിട്ട് അറിഞ്ഞ യേശുവിനെ കുറിച്ചുള്ള ചരിത്രം എഴുതി വെച്ചു. ഒന്ന് സഞ്ചരിച്ചു നോക്കിയ ചരിത്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും യേശു കർത്താവ് ആരായിരുന്നു, ആരാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതേ സമയത്ത് ഇതേ ചരിത്രങ്ങൾ ഇതര മതത്തിലുള്ള ചില വ്യക്തികളുടെ ജീവിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ദയ കൂടാതെ കല്ലെറിഞ്ഞു കഴിഞ്ഞു. യേശുക്രിസ്തുവിന് ശേഷം ഏകദേശം 500-600 വർഷങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദീയ മതത്തിന്റെ പ്രവാചകൻ ഇതേപോലെ തന്നെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ ആ പുരുഷനെ വെറുതെ വിട്ടു. ആ സ്ത്രീയോട് പറഞ്ഞ്, പ്രസവിക്കുന്നിടം വരെ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. അവൾ പ്രസവിച്ചിട്ട് മനസാക്ഷിയുള്ള സ്ത്രീ ആയതുകൊണ്ട് അവൾ ഈ പ്രവാചകനെടുക്കൽ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. ഇയാൾ പറഞ്ഞു, പാല് കൊടുക്കാൻ പറഞ്ഞു. മുലയൂട്ടൽ കാലം കഴിഞ്ഞിട്ട് ഈ സ്ത്രീ വന്നപ്പോൾ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. മനസാക്ഷിക്കുത്തുള്ള ഒരാളല്ലേ, തെറ്റിനെ കുറിച്ച് ബോധമുള്ളത് കൊണ്ടല്ലേ തിരിച്ച് അവൾ വീണ്ടും വന്നത്? അതോ ഇനി ഇദ്ദേഹത്തിന്റെ അനുയായികൾ പിടിച്ചാൽ കൊല്ലും എന്നുള്ളത് കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ ചെയ്തു എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ പറയുന്നത്. അവിടെയാണ് അതിനും 600 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കർത്താവ് മനുഷ്യരോട് കാണിച്ച കാരുണ്യത്തിന്റെ, മനസ്സലിവിന്റെ, മഹാദയയുടെ ചിത്രങ്ങൾ നമ്മൾ തിരുവെഴുത്തുകളിൽ വായിക്കും. ഒരു സന്ദർഭത്തിൽ യഹൂദന്മാരുടെ ഒരു സിനഗോഗിനകത്ത് കർത്താവ് ഇരിക്കുന്ന സമയത്ത് കൂനിയായ ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ വായിക്കുന്നു. അവിടെ വായിക്കുന്നവൻ മനസ്സലിവോടെ അവളെ കണ്ടുന്നതാണ്. മനസ്സലിവോടെ കർത്താവ് ഒരു വ്യക്തിയെ സ്പർശിക്കുന്നത്, രോഗശാന്തിക്ക് വേണ്ടി ആൾക്കാർ വരുമ്പോൾ, ഭൂതഗ്രസ്തരായി ആൾക്കാർ വരുമ്പോൾ കർത്താവ് അവരെ കാണുന്നത് മനസ്സലിവോടെന്നാണ്. മൂവ് വിത്ത് കമ്പാഷൻ. മനുഷ്യനോട് കാണിക്കപ്പെടുന്ന ഏറ്റവും വലിയ മനോഹരമായ വികാരമാണ് കരുണ്യം എന്ന് പറയുന്നത്, മനസ്സലിവ് എന്ന് പറയുന്നത്. അത് കർത്താവ് കാണിച്ചു. കഴുത്തറുത്ത് മതം സ്ഥാപിക്കാൻ വേണ്ടി വെമ്പലോടെ, ആവലോടെ, ആവേശത്തോടെ ആയുധങ്ങളെയും ഒക്കെ ഒരുക്കി കഴിയുന്ന ഇന്നത്തെ ലോകത്ത് ആയുധമെടുക്കാതെ, ചോരയുടെ മണമില്ലാതെ, രക്തച്ചൊരിച്ചിലുകളില്ലാതെ, യുദ്ധക്കളങ്ങൾ ഒരുങ്ങാതെ മനുഷ്യനെ സ്നേഹിച്ച് സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി. അതല്ലേ ഏറ്റവും വലിയ ആയുധം. കീഴ്പ്പെടലിലൂടെ ലോകത്തെ കീഴ്പ്പെടുത്തിയതല്ലേ കർത്താവ്? ക്രൂശിലൂടെ മനുഷ്യ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറിക്കൂടിയതല്ലേ കർത്താവ്? അതാണ് സ്നേഹമെന്ന് നമ്മൾ പറയും. അതാ പറഞ്ഞ മനസ്സലിവോടെ കർത്താവ് മനുഷ്യനെ കണ്ടു. അതാ പറഞ്ഞ കർത്താവിന് തുല്യം വെക്കാൻ ആരുമില്ല സഹോദരങ്ങളെ. അത് നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് അറിയണമെന്നുള്ളതാണ്. മനസ്സലിവോടെ മനുഷ്യനെ കണ്ടു. ഒരു കുരുടൻ ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ വന്നു.
കർത്താവെ എനിക്ക് കാഴ്ച പ്രാപിക്കണം. അത് വലിയ ജനത്തിരക്കിനിടയിലാണ്, പുരുഷാരത്തിന്റെ ബഹളത്തിനിടയിൽ ശബ്ദകോലാഹലം കേട്ടപ്പോൾ ആ കുരുടൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഇതാരാണ് കടന്നു പോകുന്നത്? ആരോ ഇച്ചിരി മനുഷ്യത്വമുള്ളവരെ പറയുകയാണത് യേശുവാണ്. അത് കേട്ട മാത്രയിൽ അവൻ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണം. പുരുഷാരത്തിന്റെ ബഹളത്തിന്റെ ഇടയിൽ എത്ര പേരുടെ ശബ്ദങ്ങൾ കേൾക്കും? പ്രത്യേകിച്ച് വഴിയോരത്തിരിക്കുന്ന ഒരു യാചകന്റെ ശബ്ദം കേൾക്കുവാൻ എത്ര പേർ കഴിയും? പക്ഷേ ആ യാചകന്റെ ശബ്ദം ആ പുരുഷാരത്തിന്റെ ഇടയിലും എൻ്റെ കർത്താവ് കേട്ടു എന്നുള്ളതാണ്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യേശു നിന്നു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറയുവീൻ എന്ന് പറഞ്ഞ് കർത്താവ് കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന ആ കുരുടന്റെ ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? കർത്താവ് പറഞ്ഞു, അവൻ പറഞ്ഞു, എനിക്ക് സൗഖ്യം വേണമോ? കർത്താവിനെ തൊട്ട് സൗഖ്യം നോക്കിയതവർ. യെരുശലേമിലേക്ക് താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകൾ, ക്രൂശ് മരണം, അതിനെക്കുറിച്ച് പല പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞു. അത് നമ്മൾ അറിയേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ സമാധാനത്തെ ആക്ഷേപിച്ചുകൊണ്ട് പലരും കമന്റുകളും വീഡിയോകളും ഒക്കെ ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മരണത്തിന്, താൻ ഈ ഭൂമിയിലേക്ക് വന്നത് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, മരണം അനുഭവിക്കാൻ വേണ്ടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യെരുശലേമിലേക്ക് താൻ കടന്നു പോകുന്നുവെന്നും അവിടെ വെച്ച് ദുഷ്ടരായ മനുഷ്യരുടെ കയ്യിൽ അകപ്പെടുമെന്നും അവർ അവനെ ഉപദ്രവിച്ച് തല്ലി തുപ്പി ക്രൂശിക്കുമെന്നും കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞനന്തരം യെരുശലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള അവസാനത്തെ യാത്രയാണ്. ആ തെരുവിലൂടെ, എരിഹോവിലൂടെയുള്ള അവസാനത്തെ യാത്രയാണ് യെരുശലേമിൽ. അവിടെ വെച്ച് കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ്. ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം നിവർത്തിക്കപ്പെടുന്നു. കർത്താവ് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ, മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലും മനുഷ്യന്റെ നിലവിലുള്ള ശബ്ദങ്ങൾക്ക് കാതു കൊടുക്കാൻ കർത്താവിന് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ആ പുരുഷാരത്തിന്റെ ബഹളത്തിനിടയിലും മരണത്തിന് വേണ്ടി കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിലും നിലവിളിയുടെ ശബ്ദം കേട്ട് നിന്നിട്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചവനെ സൗഖ്യമാക്കി. യേശുവിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത ഇതാണ്. സമാധാനം ഒരാളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നതല്ല സമാധാനം. ജീവിതത്തിന്റെ സന്തോഷ കാലയളവിലും സന്താപ കാലയളവിലും നമ്മുടെ ഉള്ളിൽ ദൈവത്താൽ നൽകപ്പെടുന്ന ഒരു അവസ്ഥയാണ് സമാധാനം, പീസ് ഓഫ് മൈൻഡ്. അത് എൻ്റെ കർത്താവിനുണ്ടായിരുന്നു. ക്രൂശ് കൊണ്ടോ പീഡ കൊണ്ടോ അപമാനം കൊണ്ടോ ഒന്നും തകർത്തു കളയാൻ കഴിയാത്ത ദിവ്യമായ സമാധാനം. അതിനെ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യമായ സമാധാനം, ബുദ്ധിക്കതീതമായ, മാനുഷിക ബുദ്ധിക്ക് അതീതമായ ദൈവസമാധാനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതെന്റെ കർത്താവിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്ന സമാധാനമല്ല, ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത എന്റെ സമാധാനം. എന്നെ ഈ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ആ തരത്തിൽ തകർന്നും ഭാരത്തോടെയും വിഷമത്തോടെയും ഇരിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ബുദ്ധിക്ക് അതീതമായ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ യേശു ക്രിസ്തുവിന് നിങ്ങളിൽ കഴിയും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. യേശു കർത്താവിനെ കുറിച്ച് വചനം പറയുന്ന അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. സമാധാനം ഭിത്തിയിൽ എഴുതി വെക്കുകയല്ല. സമാധാനം എന്ന് പറഞ്ഞ് മറ്റു മനുഷ്യന്റെ സമാധാനത്തെ കെടുത്തുകയല്ല. നമ്മുടെ പ്രയാസങ്ങൾക്ക് അതീതമായി സ്വസ്ഥമായി ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന കഴിവ് നൽകുന്ന ദൈവിക സമാധാനം. അതിനെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരോട് കരുണ കാണിച്ച ഒരാളാണ്, സ്നേഹം കാണിച്ച ഒരാളാണ്, മനുഷ്യരോട് മനുഷ്യത്വത്തോടു കൂടി ഇടപെട്ട ഒരാളാണ്, വിശന്ന് വലയുന്ന ജനക്കൂട്ടത്തെ ഭക്ഷണം കൂടി തൃപ്തിപ്പെടുത്തിയ ഒരാളാണ്. മനുഷ്യന്റെ ചരിത്രത്തിൽ നന്മയ്ക്ക് വേണ്ടി ഇത്രയും മനുഷ്യനെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി ലോകത്ത് ആരുണ്ട്? പറഞ്ഞാലും തീരുകയില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയാം. നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്ക് വേണ്ടി സ്വാധീനിച്ച മനുഷ്യരുണ്ട്. കൊല്ലാനും, ചിലരുടെ ജീവിതം കണ്ടിട്ട്, ചിലരെ പഠിപ്പിക്കൽ കണ്ടിട്ട്, ചിലരുടെ ഉപദേശങ്ങൾ കേട്ടിട്ട് കൊല്ലാനും കൊലവിളിക്കാനും സ്വയം ചാകാനും പൊട്ടിത്തെറിക്കാനും മറ്റു മനുഷ്യരെ കൊന്നു തീർക്കാനും ഒക്കെ പ്രേരിപ്പിക്കപ്പെട്ട മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത മനുഷ്യരുണ്ട്. അതാണ് സ്വാധീനം. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും സാധകമായിട്ടും നിഷേധകരമായിട്ടും നമുക്ക് സ്വാധീനം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പലരുടെ അനുയായികളായി തീരുന്ന ഉടനെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോകുന്നത്, പലരും മനുഷ്യരെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത്. അത് നെഗറ്റീവ് സ്വാധീനമാണ്. പക്ഷേ നന്മയ്ക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ, നീതിക്ക് വേണ്ടി ദയ കാണിക്കുവാൻ, കരുണ കാണിക്കുവാൻ ലോകത്തിൽ സാധകമായി
മനുഷ്യനെ സ്വാധീനിച്ച ഒരു വ്യക്തി ക്രിസ്തുവിനോളം വേറെ ആരും ഇല്ലെന്നുള്ളതാണ്. കർത്താവ് പഠിപ്പിച്ച ഉപമകൾ, കർത്താവ് പഠിപ്പിച്ച ഉദാഹരണങ്ങൾ, അതൊക്കെ എത്ര മാനവികവും മനുഷ്യത്വമുള്ളതാണ്. കർത്താവിന്റെ ഉപദേശങ്ങൾ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വിരിപ്രഭാഷണം എന്നറിയപ്പെടുന്നു. അതിന് തുല്യം വെക്കാൻ ഇതുവരെ ലോകത്താരും ഉപദേശങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അതാണ് കർത്താവിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവായി സ്വാധീനിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ലോകത്തിൽ നന്മയിൽ സ്വാധീനിച്ചത് ഒരു കഥ കർത്താവ് പറയുന്നുണ്ട്, ഉപമ പറയുന്നുണ്ട്. അത് നിന്റെ സ്നേഹിതൻ ആരാണെന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിന്റെ മുമ്പിൽ കർത്താവ് പറയുന്നുണ്ട്, കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. എന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹിതരാരാണ്? പരീക്ഷണാർത്ഥം ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് വിശ്വോത്തരമായ ഒരു ഉത്തരം, ഒരു ചരിത്രം അല്ല, ഒരു ഉപമ കർത്താവ് പറയും, ഒരു കഥ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെ മതജാതി വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള മനുഷ്യർക്കും ഗുഡ് സമാരിറ്റൻ, നല്ല ശമരിയക്കാരന്റെ കഥ അറിയാം. ആ കഥയിൽ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്ത ഒരു മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുകയും അവരവനെ ഉപദ്രവിച്ച് അർദ്ധപ്രാണനാക്കി അവനുള്ളതെല്ലാം അവർ കവർന്നെടുത്ത് അവനെ വഴിയരിയിൽ ഉപേക്ഷിച്ചു പോകുന്നൊരു ചരിത്രം. ആ വഴിയിലൂടെ ഒരു ലേവ്യൻ കടന്നു വന്നു, ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടവൻ, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരുവൻ അതിലൂടെ കടന്നു വന്നിട്ട് കണ്ടിട്ടും കാണാതെ പോയി. കാരണം അവന് വേറെ പരിപാടി ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയി. രണ്ടാമത് വന്നത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവൻ തന്നെയാണ്, ചെയ്യാൻ നിയമിക്കപ്പെട്ടവനാണ്, മനുഷ്യത്വവും മാനവികതയും കാണിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് പറയുന്ന പുരോഹിതൻ അതിലേക്കൂടെ കടന്നുപോയി. മനുഷ്യനും ദൈവത്തിനും മധ്യ നിന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ മഹാമനുഷ്യൻ അതിലെ പോയപ്പോഴും അവൻ അതിലെ പോയിട്ട് അവനെ കാണാതെ പോയി. അവനെ ഒന്നും ചെയ്തില്ല. ഈ ദേവാലയ ശുശ്രൂഷയെക്കാളും പള്ളിയുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കാളും കർമ്മകാണ്ഡങ്ങളെക്കാളും മനുഷ്യത്വത്തിനാണ് വിലയെന്ന്, യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്ന പഠിപ്പിച്ച ദൈവപ്രമാണം കൈക്കൊണ്ട് നടക്കുന്നവന് മനസ്സിലാകാതെ പോയപ്പോൾ വെറുക്കപ്പെട്ടവനെന്നും അന്യനെന്നും അധപ്പതിച്ചവനെന്നും അധോഗതി പ്രാപിച്ചവനെന്നും അടുത്തുകൂടാത്തവനെന്നും ഒക്കെ യഹൂദ പ്രമാണികളും യഹൂദ ജനവും വിശ്വസിച്ചു വന്നിരുന്ന ഒരു ശമരിയാക്കാരൻ അതുവഴി കടന്നു പോകുന്നു. അവനെ കണ്ടിട്ട് അവനോട് കരുണ തോന്നുന്നു. അവൻ ഇറങ്ങി വന്നവനെ ശുശ്രൂഷിക്കുന്നു, കോരിയെടുക്കുന്നു, അവന് വീഞ്ഞു പകർന്നു കൊടുക്കുന്നു, അവന്റെ മുറിവുകളിൽ എണ്ണ പൂശുന്നു, അവനെ ചുമന്ന് തന്റെ കഴുതപ്പുറത്ത് കയറ്റി അവനക്ക് ചികിത്സയും താമസവും ഉള്ള ഒരു സത്രത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. ഇവൻ വെറുക്കപ്പെട്ടവനാണ്, ഇവൻ തൊടാൻ പാടില്ല, ഇവന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കുകയല്ല, അകലം അകലം പാലിക്കുന്നവരാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ, മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവൻ, അവനാണത്. പക്ഷെ അവനെ അന്നേരം പ്രേരിപ്പിച്ചത് ജാതി മത വർണ്ണങ്ങളുടെ മതിൽക്കെട്ടുകളോ ആയിരുന്നില്ല, അതിര് വരുമ്പോൾ ഒന്നും ആയിരുന്നില്ല, മനുഷ്യത്വമായിരുന്നു. അവൻ ഇറങ്ങി വന്നു, അവനെ കോരിയെടുത്തു, അവനെ ചികിത്സിച്ചു, എല്ലാം ചെയ്തു കൊടുത്തു. യേശുക്രിസ്തുവിന്റെ ചരിത്രപ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട് ആ കഥയിൽ അവസാനം, ഇതിൽ ആരാണ് നിന്റെ സ്നേഹിതൻ? ആ ചോദ്യത്തിന് ഉത്തരം ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നവൻ തന്നെ പറഞ്ഞു, ശമര്യൻ. ഇതല്ലേ മനുഷ്യത്വവും മാനവീയതയും നമ്മൾ കാണുന്നത്? എന്താ ക്രിസ്തു ഇതിലൂടെ പഠിപ്പിച്ചത്? വർണ്ണവും വർഗവും ജാതിയും നിറവും ഭാഷയും ഈ പറയുന്ന വംശീയതയും വർഗീയതയും ഒക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചതാണ്. ദൈവത്തിന് വർഗീയതയില്ല, ഈ വംശീയതയൊന്നും ദൈവത്തിനില്ല. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന വചനം പറയുന്നു. പക്ഷേ ഈ കഥയിൽ, യേശുക്രിസ്തു പറഞ്ഞ ഈ ചരിത്രപ്രസിദ്ധമായ കഥയിൽ, മനുഷ്യനെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, വർണ്ണവർഗങ്ങൾക്കപ്പുറത്ത്, ജാതി മതഭേദങ്ങൾക്കപ്പുറത്ത് ആവശ്യത്തിലൂടെ കരനീട്ടി സഹായിക്കുവാനും സ്വീകരിക്കുവാനും ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന ഇതുപോലെ പഠിപ്പിച്ച ഒരാൾ ലോകത്താരാണ്. പലരും അവകാശവാദങ്ങൾ പറയുന്നുണ്ട്, തെളിവുകളൊന്നുമില്ല. അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ ആർക്ക് തെളിവുകളൊന്നുമില്ല. ഊഹങ്ങൾ വെച്ച്, സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട്, തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങളാണ് പറഞ്ഞു എന്ന് പറയാൻ അവകാശപ്പെടുമ്പോൾ, മാനവജാതിയെ മനുഷ്യത്വം പഠിപ്പിച്ചത്, കരുണ പഠിപ്പിച്ചത്, സ്നേഹം പഠിപ്പിച്ചത്, ദൈവസ്നേഹത്തിന്റെ ആഴം പഠിപ്പിച്ചത്, കാരുണ്യത്തിന്റെ പ്രത്യക്ഷീകരണം എന്താണെന്ന് പഠിപ്പിച്ചത് ഉപദേശത്തിലൂടെയും
അപ്പുറത്തോട്ട് കടത്തി പറഞ്ഞ ജീവിതത്തിലൂടെയും പഠിപ്പിച്ച ഒരാളെ ഉള്ളൂ എന്റെ കർത്താവ്. ക്രിസ്തു അതുല്യനാണ്. തുല്യം വെക്കാൻ ആരുമില്ല. ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനിയിട്ട് ജനിക്കത്തുമില്ല. ക്രിസ്തുവിനെ അറിയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ദൈവജ്ഞാനമായ ക്രിസ്തു, അറിവ്, ജ്ഞാനം നമ്മൾ പ്രാപിക്കുന്നെങ്കിൽ ഏറ്റവും നല്ല അറിവ് പ്രാപിക്കേണ്ടത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അതെല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെ അറിയുകയും വരും തലമുറ അത് പഠിപ്പിക്കുകയും വേണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. താങ്ക് യു.